കേരളീയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എത്രത്തോളമുണ്ട് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. 1924 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന മഹിതമായ പണ്ഡിത സഭയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ 100 വർഷം പിന്നിട്ട ഈ സാഹചര്യത്തിൽ ഇന്ന് കേരളീയ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന സാംസ്കാരികവും വൈജ്ഞാനികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ പിന്നിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ എതിർക്കുന്ന വിമർശകരായ ആളുകൾ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയ ആദർശങ്ങളെ സമൂഹത്തിൽ നിന്നും തടയുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കാമ്പും കഴമ്പും ഇല്ലാത്ത ദുരാരോപണങ്ങളും വിമർശനങ്ങളുമായി കാലങ്ങളായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലഘട്ടത്തിലും ഈ സമൂഹത്തോട് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പൊതുവെ ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശം ആരെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ അവർക്കെതിരെ എല്ലാം ഇത്തരത്തിലുള്ളതായ ആരോപണങ്ങളും വിമർശനങ്ങളും കാമ്പും കഴമ്പുമില്ലാത്ത എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധന പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ആ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുവാൻ വേണ്ടി മക്കക്കാരായ ചില ആളുകൾ നിയോഗിച്ച മക്കയിലെ അതിസമ്പന്നനായ ഉത്ബത്ത് ബിൻ റബീഅ എന്ന വ്യക്തി വരികയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം സമീപിച്ചത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം അള്ളാഹുവിൻ്റെ പ്രവാചകനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പ്രവാചകനെ പിന്തിരിപ്പിക്കാനുമാണ് ഉത്ബത്ത് ബിൻ റബീഅയുടെ നിയോഗം. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉത്ബത്ത് ബിൻ റബീഅയെ സംബന്ധിച്ച് ശ്രോതാക്കളായ നിങ്ങൾ ചുരുങ്ങിയ ഒരു വാക്ക് കൊണ്ടൊരു കാര്യം അറിയണം. ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറഞ്ഞാൽ മക്കയിലെ പൗരപ്രമാണിയാണ്. മക്ക മുതൽ ത്വായിഫ് വരെ നീണ്ടു കിടക്കുന്ന 100 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശങ്ങളിലെ തോട്ടങ്ങൾ മുഴുവനും ഉത്ബത്ത് ബിൻ റബീഅയുടെയാണ്. എന്ന് പറഞ്ഞാൽ അതിസമ്പന്നനായ പൗരപ്രമാണിയായ വ്യക്തിയാണ് ഈ വന്നിരിക്കുന്ന വ്യക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, യബ്ന അഖി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരപുത്ര. അറബികൾ പൊതുവെ ഇബ്നു അഖി എന്ന പ്രയോഗം നടത്തുന്നത് സ്നേഹം കൂടുമ്പോഴാണ്. ഇബ്നു അമ്മി, ഇബ്നു അഖി എന്ന പ്രയോഗങ്ങളൊക്കെ സ്നേഹവും വാത്സല്യവും ഉള്ളപ്പോൾ ഉപയോഗിക്കുന്ന പദമാണ്. അതിനർത്ഥം ഉത്ബത്ത് ബിൻ റബീഅ ശത്രുതാ മനോഭാവത്തോടു കൂടിയല്ല അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്, സ്നേഹത്തോടു കൂടിയാ വന്നിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നക മിന്ന, നീ ഞങ്ങളുടെ ആളാണ്, നമ്മളൊക്കെ ഒന്നാണ്. ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, മക്കക്കാരായ നമ്മൾ എല്ലാം ഒന്നു തന്നെയാണ്. പക്ഷേ വഇന്നക ഖദ് അതൈത ഖൗമക ബിഅംരിൻ അദീം,
നീ നിന്റെ ഈ ജനതയുടെ മുമ്പിൽ ഒരു വലിയ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്, ഗൗരവമുള്ള വിഷയം. ആ ഭാഗം നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഞാനൊരു ചരിത്ര വിശദീകരണത്തിന് വേണ്ടി നിന്നതല്ല, മറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങളെ വിമർശിക്കാൻ വരുന്ന ആളുകൾ അവരുടെ പിന്മുറക്കാരായ ആളുകളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കൽ നല്ലതാണ് എന്നുള്ളത് മാത്രമാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ആശയം എന്താണ്? ഒരു മുജാഹിദ് കുട്ടി ഒരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാൽ പോലും ആ കുട്ടി പറഞ്ഞു തരും, മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. അതിനർത്ഥം എന്താ? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധനകൾ, നേർച്ചകൾ, പ്രാർത്ഥനകൾ, വഴിപാടുകൾ, സുജൂദുകൾ എന്ന് തുടങ്ങുന്ന ആരാധനകളുടെ പരിധിയിൽ വരുന്നത് മുഴുവനും അള്ളാഹുവിനും മാത്രമേ അർപ്പിക്കാവൂ എന്നുള്ളതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ? ഇത് വലിയൊരു വിഷയമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മുമ്പ് ഞങ്ങളുടെ കാർന്നവന്മാര് കേട്ട് പരിചയമില്ലാത്ത വിഷയം. ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞ വർത്തമാനം അത് തന്നെയാണ്. വഇന്നക ഖദ് അതൈത ഖൗമക ബിഅംരിൻ അളീം. നീ നിന്റെ സമൂഹത്തിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുള്ളത് വലിയൊരു വിഷയമാണ്. അതേതാ വിഷയം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലാത്തൊരു വിഷയമല്ല കൊണ്ടുവന്നത്. അള്ളാഹു ഉണ്ട് എന്ന വിഷയത്തെ പറ്റിയല്ല ചർച്ച. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ തർക്കമില്ല. അള്ളാഹ് ഉണ്ട് എന്ന കാര്യത്തിൽ അവർ അംഗീകരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ നിരവധി സവിശേഷതകളെ അവർ അംഗീകരിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹു ഉണ്ടെന്ന് പരിചയപ്പെടുത്താനല്ല വന്നത്, മറിച്ച് ആ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനാണ് വന്നത്. അതിനെ സംബന്ധിച്ചാ പറഞ്ഞത് ഇത് അംറുൻ അളീമാണ്, വലിയൊരു വിഷയമാണ്. ഇനി കേൾക്കൂ, ആ വിഷയം നീ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ആ പ്രശ്നങ്ങളിൽ ഒന്നാമത്തത് ഫറഖ്ത ബിഹി ജമാഅതഹും. ഈ സമൂഹത്തിന്റെ ഇടയിലുള്ള ഐക്യം തകർന്നു. അതിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ഇന്നും പറയുന്ന ആരോപണം അതല്ലേ? കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഐക്യം തകർത്തവരാണ് മുജാഹിദുകൾ എന്നാ പറയുന്നത് അല്ലേ? ആ വർത്തമാനം ആദ്യം പറഞ്ഞ വ്യക്തി മക്കക്കാരായ പ്രമുഖൻ ഉത്ബത്ത് ബിൻ റബീഅയാണ്. ഫറഖ്ത ബിഹി ജമാഅതഹും. നീ അതിലൂടെ ഞങ്ങൾക്കിടയിലുള്ള ഈ സമൂഹത്തിന്റെ ഇടയിലുള്ള ഐക്യം തകർത്തവനാണ്. രണ്ടാമത് പറഞ്ഞു വസഫിഖ്ത ബിഹി അഹ്ലാമഹും. ഈ സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന വിവേകശാലികളായ മഹാത്മാക്കളെ, പണ്ഡിതന്മാരെ വിഡ്ഢികളാക്കിയിരിക്കുന്നു. പണ്ഡിതന്മാരെ ധിക്കരിച്ചവനാണ് നീ. മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റിയും പറയുന്നത് അത് തന്നെയല്ലേ? ഞങ്ങളുടെ പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ആളുകൾ എന്നാ പറയുന്നത്. മൂന്നാമത് പറഞ്ഞു വഇബ്ത ബിഹി ആലിഹതഹും വദീനഹും. നീ അതിലൂടെ, ഈ ആദർശം ഉയർത്തിപ്പിടിച്ചതിലൂടെ അവർ ആരാധിച്ചിരുന്ന അവരുടെ ആരാധ്യരായ മഹാത്മാക്കളെ, അവരുടെ ആദർശത്തെ നീ അപമാനിച്ചിരിക്കുകയാണ്. നാലാമത് പറഞ്ഞു വകഫർത ബിഹി മമ്മള മിൻ ആബാഇഹിം. ഈ ആശയം ഉയർത്തിപ്പിടിച്ചതിലൂടെ അവരുടെ മുൻഗാമികളായ ആളുകളെ കാഫിറും മുശ്രിക്കുമാക്കിയിരിക്കുന്നു. ഇത് ഉത്ബത്ത് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന് പറഞ്ഞ വർത്തമാനമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുന്ന ഏതെല്ലാം വർത്തമാനങ്ങളുണ്ടോ ആ വർത്തമാനങ്ങളെല്ലാം ഈ പറയപ്പെട്ട വാക്കുകൾക്ക് സമാനമാണ്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ ഉയർത്തിപ്പിടിച്ച സമൂഹം അഭിമുഖീകരിച്ച ഏതെല്ലാം വെല്ലുവിളികളുണ്ടോ, ഏതെല്ലാം ആക്ഷേപങ്ങളുണ്ടോ
വിമർശനങ്ങളുണ്ടോ, ആ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുന്ന പുതിയൊരു വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുബ്തദിഉകളാണ്, പുത്തൻവാദികളാണ്. പുത്തൻവാദികളായ ആളുകൾ, അവരോട് കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്, പെണ്ണ് കൊടുക്കരുത്, വിവാഹം കഴിക്കരുത്. ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് മദ്രസ പാഠപുസ്തകങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും മുജാഹിദുകളെ കണ്ടാ മിണ്ടരുത്, അവർ പുതിയ പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, വഹാബികളാണ്, മുബ്തദികളാണ് എന്ന പ്രചണ്ഡമായ പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദുകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പുതിയ ആചാരം സ്ഥാപിച്ചതായി കാണിച്ചു തരാൻ കഴിയും. അള്ളാന്റെ റസൂൽ ചെയ്ത പ്രവർത്തനങ്ങൾക്കല്ല അപ്പുറത്ത് ആരാധനയുടെ ഭാഗമായോ ആചാരങ്ങളുടെ ഭാഗമായിക്കൊണ്ടോ മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും പുതിയൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചതായി കാണിച്ചു തരാൻ കഴിയില്ല. നമ്മളെ പറ്റിയുള്ള വിമർശനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ വളരെ ഗൗരവത്തോടു കൂടെ പറയുന്നതാണ്, മുൻഗാമികളായ മഹാത്മാക്കളെയും ഇമാമുകളെയും തള്ളിപ്പറയുന്നവരാണ്. നമ്മളൊരു മഹാത്മാക്കളെയും തള്ളിപ്പറയാറില്ല, നമ്മളൊരു ഇമാമുകളെയും തള്ളിപ്പറയാറില്ല. മദ്ഹബിന്റെ അഇമ്മത്തുൽ അർബഅ, തലയെടുപ്പുള്ള 4 ഇമാമുമാർ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിം, ഈ പറയപ്പെട്ട മദ്ഹബിന്റെ 4 ഇമാമുമാർ അവർ നക്ഷത്ര തുല്യരായ ആളുകളാണ്. ഈ സമൂഹത്തിന്റെ ഇടയിൽ ദീനീ വിജ്ഞാനത്തെ പ്രസരിപ്പിക്കുന്ന വിഷയത്തിലും ദീനീ വിജ്ഞാനത്തെ വ്യാപിപ്പിക്കുന്ന വിഷയത്തിലും ഈ പറയപ്പെട്ട പണ്ഡിതന്മാർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മദ്ഹബിന്റെ ഇമാമുകൾ 4 ഇമാമുകൾ പറയുന്നതും മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രമാണം നോക്കിക്കൊണ്ട് അംഗീകരിക്കാൻ തയ്യാറുള്ളവരാണ്. ഒരു ഇമാമിനെയും നമ്മൾ തടയാറില്ല. അവർ പറഞ്ഞ കാര്യം അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായി യോജിക്കുന്ന കാലം അത്രയും 4 ഇമാമുകളുടെ അഭിപ്രായത്തെയും നമ്മൾ സ്വീകരിക്കും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന ആളുകളോ 4 ഇമാമുകളുടെ അഭിപ്രായം ഒരേപോലെ സ്വീകരിക്കുമോ? ഇല്ല. ശാഫിഈ മദ്ഹബുകാരൻ ഹനഫി മദ്ഹബുകാരനെ തുടർന്ന് നമസ്കരിക്കാത്ത മഹല്ലുകൾ കേരളത്തിന്റെ തെക്കൻ കേരളത്തിന്റെ പല മഹല്ലുകളിലുമുണ്ട്, പല പ്രദേശങ്ങളിലും ചെന്നാൽ കാണാം. ഷാഫി മദ്ഹബുകാരനെ ഹനഫി മദ്ഹബുകാരൻ തുടർന്ന് നമസ്കരിക്കാറില്ല. ഹനഫി മദ്ഹബുകാരന്റെ പള്ളിയിൽ പോയാൽ, ആ മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പള്ളിയിൽ പോയാൽ അവിടുത്തെ ആചാരങ്ങളോട് സമരപ്പെടാൻ ഷാഫിഈ മദ്ഹബുകാരായ പലരും തയ്യാറല്ല. ഒരു മദ്ഹബിന്റെ ഇമാം ആ മദ്ഹബിന്റെ ഇമാമിനെ തഖ്ലീദ് ചെയ്തുകൊണ്ടിരിക്കെ മറ്റൊരു മദ്ഹബിന്റെ ഇമാമിനെ പിൻപറ്റാനോ സ്വീകരിക്കാനോ തയ്യാറല്ല. അതിന്റെ പേരിൽ നമ്മൾ മലബാറുകാർക്ക് മദ്ഹബുകൾ പലതുമില്ല. ഇവിടെ പല മഹല്ലുകളും ഷാഫിഈ മദ്ഹബിന്റെ ആളുകളാണ്. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളും ഹനഫി മദ്ഹബിന്റെ ആളുകളുമുണ്ട്. അവർ പരസ്പരം സംഘട്ടനത്തിലാണ്, ശത്രുക്കളാണ്. അപ്പോഴൊന്ന് പറയൂ, മുജാഹിദ് പ്രസ്ഥാനമാണോ മദ്ഹബിന്റെ ഇമാമുകളെ അംഗീകരിക്കാത്തത്? അവിടെ ഒരു അടിക്കുറിപ്പ് ആവശ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞത് പ്രമാണവുമായി യോജിക്കുമ്പോൾ അത് സ്വീകരിക്കും. അതങ്ങനെ സ്വീകരിക്കണമെന്ന് ആരാ പറഞ്ഞത്? മദ്ഹബിന്റെ ഇമാമുകൾ തന്നെയാ പറഞ്ഞത്, മറ്റാരുമല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഏതൊരു വിഷയമുണ്ടോ ആ വിഷയങ്ങൾ പ്രമാണവുമായി യോജിച്ചാൽ അത് നിങ്ങൾ സ്വീകരിക്കുക. പ്രമാണവുമായി യോജിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വീകരിക്കണ്ട എന്നുള്ളത് തന്നെയാണ് മദ്ഹബിന്റെ അഇമ്മത്തുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാമുകൾ പറഞ്ഞിരിക്കുന്ന ആ വിഷയങ്ങൾ പ്രമാണവുമായി പരിശോധിക്കുമ്പോൾ അത് യോജിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മളെ പറ്റി പറയുന്ന ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും കൂട്ടത്തിലെ മറ്റൊരു ആക്ഷേപമാണ് നമ്മൾ ഖബർ സിയാറത്തിനെ വിമർശിക്കുന്ന ആളുകളാണ് എന്ന്.
ഏതെങ്കിലും ഒരു മുജാഹിദ് ഖബർ സിയാറത്തിനെ വിമർശിച്ചിട്ടുണ്ട് എങ്കിൽ, ഖബർ സിയാറത്തിനെ എതിർക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഖബർ സിയാറത്ത് സുന്നത്തില്ല എന്ന് ഏതെങ്കിലും ഒരു മുജാഹിദ് പറയുന്നുണ്ട് എങ്കിൽ, ദാ KNMന്റെ ഔദ്യോഗിക വേദിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, അവൻ മുജാഹിദ് അല്ല. ഖബർ സിയാറത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞവൻ മുജാഹിദ് അല്ല. കാരണം അള്ളാന്റെ റസൂല് ഖബർ സിയാറത്ത് സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ ഖബർ സിയാറത്ത് തടഞ്ഞിരുന്നു, എങ്കിൽ ഇനി മുതൽ ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാറത്ത് നിർവഹിച്ചു കൊള്ളുക. എന്തിനാ ഖബർ സിയാറത്ത്? 4 കാര്യങ്ങളാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, വിവിധ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത്. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഹദീസുകളുടെ സനദുകൾ വായിക്കാത്തത്, പക്ഷേ അതിന്റെ കണ്ടന്റ് ഞാൻ പറയാം. അതിലൊന്നാമത്തത് ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാക്കാം അതിലൂടെ. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, ഖബർ സിയാറത്തിലൂടെ നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കാം. തുരിഖുൽ ഐൻ വ തുദ്ബിഉൽ ബസർ, നിങ്ങളുടെ കണ്ണ് നിറയാനും നിങ്ങളുടെ കൽബ് വിഷമിക്കാനും അല്ലെങ്കിൽ കൽബ് പിടയ്ക്കാനും അത് കാരണമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഖബർ സിയാറത്തിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയുണ്ടാകും. വിവിധ ഹദീസുകളിൽ വന്നിരിക്കുന്ന വാക്കുകളാണിത്. അപ്പൊ പടച്ചവനെ പറ്റി ചിന്തിക്കാൻ, പരലോകത്തെ പറ്റി ചിന്തിക്കാൻ, നാളത്തെ മഹ്ശറയെ പറ്റി ചിന്തിക്കാൻ ഉപകാരപ്രദമാണ് ഖബർ സിയാറത്ത്. അതുകൊണ്ട് നിങ്ങൾ അത് നിർവഹിച്ചോളൂ. ഈ ഖബർ സിയാറത്തിനെ മുജാഹിദ് പ്രസ്ഥാനം എവിടെയും വിമർശിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല, അംഗീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനം ഒരു ഖബർ സിയാറത്തിനെതിരാണ്. ഏതാ? കെട്ടിപ്പൊക്കിയ ചില ജാറങ്ങൾക്കെതിരാണ് നമ്മൾ. മഹാത്മാക്കളുടെ ഖബർ എന്ന വ്യാജേന ചില ഖബറുകൾ കെട്ടിപ്പൊക്കാറുണ്ട്. ഷാഫിഈ മദ്ഹബിന്റെ ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് പോലും സ്ഥിരപ്പെടുത്താൻ കഴിയില്ല ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ച്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ അൽ ഉമ്മ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഖബർ കെട്ടിപ്പൊക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നി ലാ ഉഹിബ്ബു അൻ യുർഫഅൽ ഖബർ, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഖബർ കെട്ടിപ്പൊക്കുന്നത് ഖബറിന്റെ മുകളിലുള്ള മണ്ണ്, ഖബറിൽ നിന്നെടുത്ത മണ്ണിന്റെ പരിധി വരെ ശിബ്റൻ ഔ നഹ്വഹു, ഒരു ചാണോ അത്ര തന്നെയോ, അതിന്റെ മുകളിലേക്ക് ഖബർ ഉയർത്താൻ പാടില്ല. പിന്നെ കെട്ടിപ്പൊക്കിയ ഖബറുകൾ, ആ കെട്ടിപ്പൊക്കിയ ഖബറുകൾ നിരപ്പാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കെട്ടിപ്പൊക്കിയ ഖബറുകളുടെ വിഷയത്തിൽ ഷാഫി മദ്ഹബിലെ ആധികാരിക ഫത്വ കൊടുക്കുന്ന പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ ഈ പറയുന്ന ഈ സംസാരം കേൾക്കുന്ന പണ്ഡിതന്മാരുണ്ട് എങ്കിൽ ആ കിതാബുകളൊന്ന് പരിശോധിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ ഫതാവൽ കുബ്ര. ഈ ഫതാവൽ കുബ്രയിൽ കൃത്യമായി പറയുന്നുണ്ട് ഹറുമത്തുൽ ബിനാഉ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല, പൊതുശ്മശാനത്തിൽ ഖബറുകൾ കെട്ടിപ്പൊക്കൽ ഹറാമാണ്. പൊതുശ്മശാനത്തിൽ ഖബറുകൾ കെട്ടിപ്പൊക്കൽ ഹറാമാണ്. ഇനി വൈംബുനിയ, ആരെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എങ്കിൽ ഹുദിമ, അത് തകർക്കപ്പെടണം, പൊളിച്ചു കളയണം. ഖബർ കെട്ടിപ്പൊക്കിയ ഖബറുകൾ പൊളിച്ചു കളയണമെന്ന് ശാഫിഈ മദ്ഹബിലെ ആധികാരിക മുഫ്തിയായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ചിലർ പറയും അത് സാധാരണക്കാരുടെ ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന്. അങ്ങനെ പറയുന്ന ഉസ്താദുമാരുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. തൊട്ട് താഴെയുള്ള വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ ഖബറുകൾ സ്വാലിഹീങ്ങളുടേതാകട്ടെ, ആലിമീങ്ങളുടേതാകട്ടെ, മഹാത്മാക്കളുടെ ആകട്ടെ, സാധാരണക്കാരുടേതാകട്ടെ, ആരുടെ ഖബറാണെങ്കിലും പൊളിക്കണം. അപ്പൊ ശാഫിഈ മദ്ഹബില് അങ്ങനെ ഒരു ആചാരമില്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയ? അതാണ് നമ്മൾ അറിയേണ്ട പ്രധാനമായ പോയിന്റ്. ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്ന സംസ്കാരം
ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചത് ജൂതന്മാരാണ്, ജൂത സമൂഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയുണ്ട്. ഖാതലല്ലാഹുൽ യഹൂദ്, അല്ലാഹു ജൂതന്മാരെ നശിപ്പിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയവരാണ്. അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. മസാജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന ഇടം, ആരാധനാ കേന്ദ്രം. ജൂതന്മാരുടെ സിനഗോഗുകളിലേക്ക് പോയി നോക്കുക, ജൂതന്മാർ വസിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് പോയി നോക്കുക. അവർ പലരുടെയും ഖബറുകൾ ആരാധിക്കുന്നുണ്ട്. ഖബർ ആരാധന അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ ഖബർ ആരാധനയെ മുസ്ലിം സമുദായത്തിലേക്ക് ശീഈ സമൂഹം വഴി കടത്തിക്കൂട്ടിയതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ജൂതന്മാര് കഴിഞ്ഞാൽ പിന്നെ ഖബർ ആരാധന നിർവഹിക്കുന്നവര് ഷിയാക്കളാണ്, ഷീഈ സമൂഹമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഷിയാക്കൾ ആ പേരിൽ അറിയപ്പെടുന്നില്ല എങ്കിലും കേരളത്തിന്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും യഥേഷ്ടം ഷിയാക്കളുണ്ട്. ആ ഷിയാക്കളെ പോയി നോക്കിയാൽ അവർക്കൊരു ഖബറുണ്ടാകും. ഞാൻ പഠിച്ച വേലൂര് ബാഖിയാത്തുസ് സാലിഹാത്ത്, വേലൂര് ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ കൂടുതൽ ഷിയാക്കളാണ്. അവർക്കെല്ലാം മക്ബറകൾ ഉണ്ടായിരുന്നു, ഷീഈ മക്ബറകൾ. എങ്ങനെയാണ് അവിടെ ഖബറുകൾ കൂടുവാൻ കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം 9 ഉം 10 ഉം അവർ ഒരു ആചാരം അനുഷ്ഠിച്ചിരുന്നു. ദുഃഖാചാരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ശരീരങ്ങളിൽ സ്വയം മുറിവേൽപ്പിച്ച് രക്തം വാർന്നുകൊണ്ട് നടത്തുന്ന ഒരു വിലാപയാത്ര. ആ യാത്രയിൽ മരിച്ചു വീഴുന്ന ആളുകളുണ്ടാകും. അവർ പോലീസിയാക്കപ്പെട്ടവരായി കണ്ടുകൊണ്ട് ഖബറുകൾ ആ മരിച്ചു വീഴുന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും അത് പിൽക്കാലഘട്ടത്തിൽ കെട്ടിപ്പൊക്കുകയും ചെയ്തു. ഈ ഷിയാക്കളാണ് കേരളീയ സമൂഹത്തിന്റെ ഇടയിൽ ഖബർ ആരാധനയ്ക്കും ഖബർ കെട്ടിപ്പൊക്കുന്നതിനും പ്രാധാന്യം കൊടുത്തത് എന്നതിൽ തർക്കമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു കാര്യവുമുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കുന്ന ഒരു പ്രതിമയാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖബർ സിയാറത്ത് എന്നതിന്റെ മറവിൽ ഇന്ന് ഖബർ ആരാധന നടത്തുന്ന ഷിയാക്കളുടെയും ജൂതന്മാരുടെയും സംസ്കാരം, ആ സംസ്കാരത്തെ മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നുണ്ട്. അത് എതിർക്കുന്നു എന്നതിന്റെ പേരിൽ മുജാഹിദുകൾ ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനകൾ നിർവഹിക്കാത്തവരാണ് എന്നിവിടെ പല ആളുകളും പറയുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദുകൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന നിർവഹിക്കുന്നവരാണ്. പക്ഷേ ഇവർ നടത്തുന്നത് പോലെയുള്ള കൂട്ടുപ്രാർത്ഥന എന്ന ആ ഒരു കോമഡി രംഗം അത് മുജാഹിദുകൾ നടത്താറില്ല. ഞാൻ ആ മനഃപൂർവ്വമാണ് ആ വാക്ക് ഉപയോഗിച്ചത്. കാരണം മദ്ഹബിന്റെ ഒരു ഇമാമും നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിന് പ്രോത്സാഹനം നൽകിയിട്ടില്ല. അവർ പ്രോത്സാഹനം നൽകണമെങ്കിൽ അവർക്ക് സ്വഹീഹായ ഹദീസ് കിട്ടണം. ആ വിഷയത്തിൽ സ്വഹീഹായ ഹദീസിൽ എവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 20,000 വഖത്തിലധികം ജമാഅത്തായി നമസ്കരിച്ചിട്ട് ഒരു വഖത്ത് പോലും അള്ളാന്റെ റസൂൽ കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടില്ല. ഇന്ന് കാണുന്നത് പോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിന് ശേഷം പൊതുവിശ്വാസികളായ ആളുകൾ മഅ്മൂമീങ്ങളായിട്ടുണ്ട് എങ്കിൽ, പൊതുവിശ്വാസികളായ ആളുകൾ മഅ്മൂമീങ്ങളായിട്ടുണ്ട്, അവർക്ക് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളെ പറ്റി അറിയില്ല എങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി ഉറക്കെ ദിക്റുകളും തസ്ബീഹുകളും പ്രാർത്ഥനകളും പറഞ്ഞു കൊടുക്കാൻ ഇമാമിന് ഉത്തരവാദിത്തമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ. എന്നാൽ ആ പൊതുവിശ്വാസികളായ മുഅ്മിനീങ്ങൾ അവർ ഈ ദിക്റുകളും പ്രാർത്ഥനകളും തസ്ബീഹുകളും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നിർവഹിക്കണം. ഇത് ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ബാക്കി ഒരു ഇമാമുകളും ഈ വിഷയത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല. പിന്നെ എവിടുന്നാണ് ഈ കൂട്ടുപ്രാർത്ഥനാ സംവിധാനം വന്നത്? എന്നാൽ നമസ്കാരത്തിന് ശേഷം ഓരോരുത്തർക്കും സ്വയം പ്രാർത്ഥിക്കാം. അപ്പൊ ചോദിക്കും, മൗലവി
ഇങ്ങനെ കൂട്ടുപ്രാർത്ഥന നടത്തിയാൽ അതുകൊണ്ട് എന്താ തകരാറ്? തകരാറൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്, ബാധ്യതയാണ്. നമസ്കാരത്തിന് ശേഷം നിർവഹിക്കുന്ന ഈ പ്രവർത്തനം അത് അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തായി കണ്ടിരുന്നെങ്കിൽ പ്രവാചകൻ അത് പഠിപ്പിക്കാതെ പോകുമായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ അത് നിർവഹിക്കാതെ പോയത് അത് മതത്തിന്റെ ആചാരം അല്ലാത്തത് കൊണ്ടാണ്. മതത്തിന്റെ ആചാരമല്ലാത്തൊരു കാര്യം മതത്തിൻ്റെതാണ് എന്ന പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിർവഹിച്ചാൽ അതിന് നൽകുന്ന പേരാണ് ബിദ്അത്ത്. ബിദ്അത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വർത്തമാനം എന്താ? കുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും പിഴച്ചതാണ്, പിഴച്ചതെല്ലാം നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ശിർക്കിന് സമാനമായ ഗൗരവമുള്ള വിഷയമാണ് ബിദ്അത്ത്. ആ ബിദ്അത്ത് ചെയ്യുന്നതിന് പ്രോത്സാഹനം കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വാങ്കിന് മുമ്പ് ഒരു സലാത്ത് ചൊല്ലാറുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലാറുണ്ട്. നമ്മൾ സലാത്തിനെതിരല്ല, പക്ഷേ വാങ്കിന് മുമ്പ് അത് കൊടുക്കാൻ എവിടെയാ പ്രമാണം? എന്തുകൊണ്ട് വാങ്കിന് മുമ്പ് ബിസ്മി ചൊല്ലുന്നില്ല? ബിസ്മി ചൊല്ലൽ സുന്നത്തല്ലേ? ചെല്ലുന്നില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ ഉസ്താദിനോട്. ഉസ്താദ് പറയും അത് റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ സലാത്ത് ചൊല്ലലോ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ റസൂലിൽ നിന്നും സ്ഥിരപ്പെട്ട വിഷയമാണ് നമ്മൾ സുന്നത്തായി അനുഷ്ഠിക്കേണ്ടത്. ഇത്തരം വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം കാണിക്കുന്ന കണിശത, ആ കണിശതയാണ് ഈ പ്രസ്ഥാനത്തെ പറ്റിയുള്ള ദുരാരോപണങ്ങൾക്കുള്ള പ്രധാനമായ മുഴുവൻ കാരണങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട്, വാത്സല്യനിധികളായ സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടെയും അവരോടുള്ളതായ വാത്സല്യവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഈ പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ശുദ്ധമായ തൗഹീദാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏതൊരു ആദർശമുണ്ടോ ആ ആദർശമാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്ത് എന്താണോ ആ സുന്നത്തിനെ അനുധാവനം ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്നതിന്റെ പേരിൽ അന്നത്തെ ആളുകൾ അഭിമുഖീകരിച്ച ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം മുജാഹിദ് പ്രസ്ഥാനം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങൾ തളരുന്നവരല്ല. മുജാഹിദുകൾക്ക് തളർച്ചയില്ല ആ വിഷയത്തിൽ. അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചരിത്രത്തിലേക്ക് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കും. മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ നിങ്ങൾക്കറിയുമോ? ശഅബ് അബി താലിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബികൾക്കും 3 വർഷക്കാലത്തോളം ഉപരോധത്തിന് വിധേയമായി കഴിയേണ്ടി വന്നു. ആ ഉപരോധത്തിന് വിധേയമായി കഴിഞ്ഞപ്പോൾ അവർ കഅബയുടെ മുമ്പിൽ എഴുതി വെച്ചൊരു വാക്യമുണ്ട്, അല്ലാ യുകല്ലിമഹും, അവരുമായി സംസാരിക്കാൻ പാടില്ല. വലാ യുജാലിസുന മഅഹും, അവരുമായി ഒരുമിച്ചിരിക്കാൻ പാടില്ല. വലാ യുബായിഉനഹും, അവരുമായി കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ നടത്താൻ പാടില്ല. വലാ യുനാക്കിഹുനഹും, അവരുമായി വിവാഹ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഉപരോധ കരാറാണ്. ആ ഉപരോധ കരാർ ഇന്നും നിലനിൽക്കുന്നുണ്ട്, ഇല്ലേ? സത്യവിശ്വാസികൾക്ക് നേരെ അന്ന് മക്കക്കാർ ഉന്നയിച്ച ഉപരോധ കരാർ അത് ഇന്നും മുജാഹിദുകൾക്ക് നേരെയുണ്ട്. കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്, ഇടപാടുകൾ നടത്തരുത്, വൈവാഹിക ഇടപാടുകൾ നടത്തരുത്, കച്ചവട ഇടപാടുകൾ നടത്തരുത് തുടങ്ങുന്നതായ ആ ഉപരോധം ഇന്നും പലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ വളരെ വിനയത്തോടുകൂടെ പറയുകയാണ്, തെറ്റിദ്ധരിപ്പിച്ചവർക്ക് ഒരു പക്ഷേ ലക്ഷ്യമുണ്ടാകും. നിഷ്കളങ്കരായ നാട്ടുകാരുണ്ട്, നിഷ്കളങ്കരായ വിശ്വാസികളുണ്ട്. അവരോട് പറയുന്നു, ഈ പ്രസ്ഥാനം പറയുന്ന ആദർശത്തെ പഠിക്കുക. നിങ്ങൾ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാനല്ല നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ പ്രസ്ഥാനം പറയുന്ന ആദർശത്തെ പഠിക്കുക. ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ആദർശത്തിൽ പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അത് തിരുത്താൻ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് പ്രചോദനമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.